എന്റെ അമ്മേ. റൂം ക്ലീൻ ചെയ്യാതെ എന്ത് പുറത്തുവിടാ നീ? റൂം മുഴുവൻ ഈച്ചയാണല്ലോ. മൊത്തം ഈച്ചയുടെ കൂട്ടോ. പണ്ണിങ്ങതാ കൂട്ടമാ വരും. സിംഗലാതാ 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 വരും. ഹലോ, സർ, ഞാൻ ബിന്ദുവാ സംസാരിക്കുന്നത്. ബിന്ദു, ഞാൻ എയർപോർട്ടിലുണ്ട്. ബോർഡിങ്ങിന് ഇനിയും അരമണിക്കൂറുണ്ട്. I'm on the way, Bindu. I will be there in 10 minutes. ഓക്കെ സർ. Damn it. ഹലോ. ബിന്ദു, ഇവിടെ ട്രാഫിക് ജാമാണ്. അയ്യോ, ഡു വൺ തിങ്, നീ പോയി 2 ബോർഡിംഗ് പാസ് എടുത്ത് വെക്കേ. ഓക്കെ സർ. ഓട്ടോ താൻ എങ്ങോട്ടാ ഇടയ്ക്ക് കയറി പോകുന്നത്?
ഇവിടെ പോലീസായിരുന്നില്ലേ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ? അല്ലെങ്കിൽ ഈ ജംഗ്ഷൻ എപ്പോഴും തിരക്കാം. നടക്കുവന്ന് കയറി നേടാം. ഈ വഴി വന്ന പണി കിട്ടുന്ന ഉറപ്പായിരുന്നു. ഇതിൽ വരണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു. എന്താടാ? ഓ, സർ, നിങ്ങൾ വളരെ ലക്കിയാണ്. ഇത്രയും വലിയ ആക്സിഡന്റ് ആയിട്ടും ചെറിയ പരിക്കോടെ രക്ഷപ്പെട്ടില്ലേ? കൈ കാണിക്കൂ, ബി പി എടുക്കാം. എടുക്ക്. ഇതെന്താ സർ? ഹിറ്റ് നിങ്ങളെടുത്തോ. തരൂ. ഹിറ്റ് അല്ല, ബി പി എടുക്ക്. വരൂ വരൂ. ആനിമൽസ് റിവെഞ്ച് എടുക്കുമോ? എടാ, ചോദിച്ചത് കേൾക്കുന്നില്ലേ? സർ ആനിമൽസ് റിവെഞ്ച് എടുക്കുമോന്ന്. എടുക്കും സർ. ചില സിനിമകളില് സിനിമയിലൊന്നും അല്ലടാ, റിയൽ ലൈഫില്. റിയൽ ലൈഫിലും അങ്ങനെ എടുക്കാറുണ്ട് സർ. എന്നെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എന്നെ മുത്തശ്ശന് പാമ്പിനെ ചവിട്ടിയത് പക വീട്ട് തിരിച്ചു കടിച്ചെന്ന്. അതല്ലടാ, ചെറുത്. ചെറിയ പാമ്പും പകരം വീട്ടു സാർ. വേറെ വേറെ ചെറിയ പാമ്പും പകരം വീട്ടു സാർ. പാമ്പിനെ വിടറാ നീ. ചെറുതാടാ. ഈ കുരുവി, തവള, ഈച്ച. ഈച്ച പക വീട്ടു സാർ. ഇപ്പൊ പാമ്പ് പകരം വീട്ടുമ്പോ ഈച്ചക്ക് എന്തായിക്കൂടെ? ഈ പ്രോബ്ലത്തെ പറ്റി ഞാൻ ആരോട് പറയും? എങ്ങനെ പറയും? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. Good morning, Mr. Sudeep. What a pleasant surprise. ഹായ് സർ. ഹായ്. Tell me, how can I help you? ചില ഡൗട്ടുണ്ട് എനിക്ക്. ഈച്ച സ്പെസിഫിക് ആയിട്ടൊരാളെ ടാർഗറ്റ് ചെയ്യോ? ഒരു മനുഷ്യനെ ഓർമ്മ വെച്ച് പ്രീ പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ സാർ വല്ല സയൻസ് ഫിക്ഷൻ എഴുതാൻ പോവാണോ? സയൻസ് ഫിക്ഷൻ അല്ല, ഫാക്ട്. ഒരു ഈച്ച കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉണ്ണാൻ പറ്റുന്നില്ല. എന്തിന്? ജീവിക്കുന്ന പൊട്ടെ കുളിക്കാൻ പോലും പറ്റുന്നില്ല. ഈ പാടുകളൊക്കെ ഈച്ച കയറി മേഞ്ഞതിന്റെയാ. ഗ്ലാസിന്റെ മുകളിൽ നിന്നെ കൊല്ലാൻ പോകുന്നു എഴുതി വെച്ചു. സയൻസ് ഫിക്ഷനാ ഇത്? നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ രാത്രി ഉറക്കമില്ലായിരുന്നു. ഇതിനോടകം തന്നെ നിങ്ങൾ വല്ലാത്ത പിരിമുറുക്കത്തിലാണ്. അതിന്റെ കൂട്ടത്തിൽ ഈച്ചയുടെ ശല്യം കൂടെ ആകുമ്പോൾ പൂർത്തിയായി. ഉറക്കമില്ലാതെ നടന്നുകൊണ്ട് ഈച്ചയാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് നിങ്ങളുടെ മൈൻഡ് ഭ്രമിക്കുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് നന്നായിരിക്കും. എനിക്ക് ക്യാപ്പച്ചിനോ. നിനക്കോ? നിനക്കോ ഇഷ്ടം അതാണോ? 1 ക്യാപ്പച്ചിനോ പ്ലീസ്. സോറി മാം, കോഫിയിൽ ഈച്ച വീണിരിക്കുക. നോ നോ നോ, ഈച്ച കോഫി കുടിക്ക. അടുത്ത പ്രോഗ്രാം എന്താ?